നിന്റെ വിശ്വാസവും നിന്റെ വിശ്വസ്തതയും അതിൻ്റെ അവസാനത്തെ പടി വരെയും പരിശോധിക്കുന്നത് വരെ ദൈവം ചിലപ്പോൾ ഒന്നും മിണ്ടാത്തവനെ പോലെ നിൽക്കും. ഒന്നും മിണ്ടാത്തവനെ പോലെ നിൽക്കും. മനസ്സിലായോ? അവസാനം വരെ എത്ര പേര് നിൽക്കും എന്ന് ദൈവത്തിന് അറിയേണ്ടതുണ്ട്. ജീവിതത്തെ തോരാത്ത കണ്ണുനീരിൻ്റെ എന്ന് പറഞ്ഞാൽ നന്ദി പറഞ്ഞ് കണ്ണുനീര് മാത്രം, നന്ദി കൊണ്ട് കണ്ണുനീര് ഒഴുക്കാൻ മാത്രം പറ്റുന്ന വിധത്തിൽ ലോകത്തൊരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നീ കാണണമെങ്കിൽ നീ അവസാനം വരെ വിശ്വസിച്ച് നിൽക്കേണ്ടതുണ്ട്. അവസാനം വരെ. മടുപ്പിക്കുന്ന 1000 അനുഭവങ്ങൾ ആത്മീയ ജീവിതത്തിൽ വരും. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന തോന്നലുകളുണ്ടാവും. എത്ര പ്രാർത്ഥിച്ചാലും മറുപടി വരുന്നില്ലല്ലോ എന്ന് ഹൃദയം സങ്കടപ്പെടും. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖവും ദുരിതവും പെരുകുന്നതല്ല, അതൊരു കുറവില്ലല്ലോ എന്ന് നീ ആദ്യം ഉണ്ടാകുലപ്പെട്ട് കരയുന്ന ഒരവസ്ഥയിൽ എത്തും. ലാസർ മരിച്ചിട്ട് കർത്താവ് 1-ാം ദിവസം എത്തിയില്ല, 2-ാം ദിവസം എത്തിയില്ല, 3-ാം ദിവസം എത്തിയില്ല, 4-ാം ദിവസം യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് മാംസത്തിൽ നിന്ന് അസ്ഥി വേർപെട്ട് മാംസം അഴുകാൻ തുടങ്ങുന്ന 4-ാം ദിവസം കർത്താവ് എത്തി. ആ കല്ലറയുടെ മുമ്പിൽ നിന്നു. ആ കല്ലെടുത്ത് മാറ്റാൻ ആവശ്യപ്പെട്ടു. വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ഒന്നും നടക്കില്ല എന്ന് ലോകം പറയുന്ന ഒരു മോമെന്റിൽ ദൈവം നടന്നു വരും. ഹല്ലേലൂയ. മനസ്സിലായോ? അതങ്ങനെയാണ്. അതെന്താ അറിഞ്ഞൂടാ. ദൈവത്തിൻ്റെ ലോജിക്ക് അതാണ്. അറിഞ്ഞൂടാ. 7-ാമത്തെ ദിവസം 75 വരെ ഉള്ളൂ. എല്ലാവരെയും പോയി വിളിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനക്കാരൊക്കെ വീടാന്തരം കയറി ഇറങ്ങി. നിങ്ങൾ വരുന്നോ? അയ്യോ ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾ കുറേ നടന്നതല്ലേ, നിങ്ങൾ ധാന്യവെള്ളം പോലും തന്നില്ലല്ലോ. ഇല്ലല്ലോ ഞങ്ങൾ വരുന്നില്ല. പിന്നെ നിങ്ങളങ്ങ് നടന്നാൽ മതി. കല്ലിടിയുമ്പോൾ പറയണേ, ഞങ്ങൾ ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കാൻ വരാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിട്ടു. 7-ാമത്തെ ദിവസം അപ്പോൾ ആശ്വസിച്ചിരിക്കുകയാണ്. ഒരു പ്രാവശ്യം നടന്നാൽ മതിയല്ലോ. ദൈവം പറയുകയാണ് 7 പ്രാവശ്യം നടക്കണം. 7 പ്രാവശ്യം നടക്കണം. 7 6 13 7 പ്രാവശ്യം. 1-ാമത്തെ പ്രാവശ്യം നടന്നു, ഒന്നും നടന്നില്ല. 2 3 4 5 6 7 ഒന്നും നടന്നിട്ടില്ല. 7-ാം പ്രാവശ്യവും വലം വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ജോഷുവ നിർദ്ദേശിച്ചതനുസരിച്ച് ഈ ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചു. അവർ ദൈവത്തെ ഉച്ചസ്വരത്തിൽ ആരാധിച്ച് അട്ടഹസിച്ച് സ്തോത്രം ചെയ്തപ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു സാമ്രാജ്യത്തിനും ഒരു അധികാരിക്കും ഒരു ആയുധബലത്തിനും ഒരു അംഗബലത്തിനും ഒരു ആയുധ ശക്തിക്കും തകർക്കാൻ പറ്റാത്ത പ്രതിരോധ്യമാം വിധം തലയുയർത്തി നിന്ന ഒരു കോട്ട ഇടിഞ്ഞിടിഞ്ഞ് അവന്റെ മുമ്പിൽ ഇങ്ങനെ തലകുമ്പിട്ട് നിന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇടിഞ്ഞു വീണ കോട്ടയിൽ ഇടിയാതെ ഒരു വീട് മാത്രം നിന്നു. ഒരു വീട് മാത്രം. ആരുടെ വീടാണെന്നറിയാമോ? റാഹാബ് എന്ന വേശ്യയുടെ വീട്. റാഹാബ് എന്ന പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വീട്. എന്തുകൊണ്ടെന്നറിയാമോ? അവൾ ദൈവം പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കൾക്ക് അവരുടെ വീട്ടിൽ അഭയം കൊടുത്തപ്പോൾ ആ ദൈവമക്കൾ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ആകാശത്ത് നിന്ന് അത്ഭുതം പ്രവർത്തിച്ച് ഈ ജെറിക്കോയുടെ കോട്ട ഇടിച്ചിടുമ്പോൾ നിന്റെ വീട് മാത്രം ഇടിയാതെ നിൽക്കും. പറഞ്ഞു ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? റാഹാബ് എന്ന വേശ്യയുടെ വീട് മാത്രം ഈ കോട്ടയുടെ മുകളിൽ ഒരു ചോദ്യചിഹ്നം പോലെ തല ഉയർത്തി നിന്നു. എന്തെന്നറിയാമോ? കേട്ടോ, ഒരു മനുഷ്യന്റെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്ത കോട്ടകൾ ഇടിക്കുന്ന ആയുധബലത്തിന്റെ പേരാണ് ആരാധന. ആരാധന കൊണ്ട് മാത്രം ഇടിയുന്ന കോട്ടകളുണ്ട്. ആരാധന കൊണ്ട് മാത്രം തകരുന്ന കോട്ടകളുണ്ട്. അത് നിന്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ കായിക ശക്തി കൊണ്ടോ നിന്റെ ബാങ്ക് ബാലൻസ് കൊണ്ടോ നിന്റെ അംഗബലം കൊണ്ടോ സ്വാധീന ശക്തി കൊണ്ടോ ഇടിയില്ല എന്ന് ഈ രാത്രിയിൽ തിരിച്ചറിഞ്ഞാൽ ഇന്ന് ദൈവരാജ്യത്തിന്റെ വിത്ത് നിന്റെ നെഞ്ചിൽ വിതയ്ക്കപ്പെടും. ഇന്ന് നീ ദൈവത്തിൻ്റെതായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയ.
ഇന്ന് അപരിമയമായ ഒരു ദൈവശക്തി, അതായത് ആരാധിക്കുമ്പോൾ ഇടിയുന്ന ഒരു കോട്ട. ആരാധിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. പറഞ്ഞ ഹല്ലേലൂയ. അതായത് നമ്മൾ മനസ്സിലായി എല്ലാ മനുഷ്യരും നമ്മളെ പറ്റിക്കും, എല്ലാവരും പറ്റിക്കും. വാക്ക് മാറാത്തത് ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ഈ കോട്ട ഇടിയും. ഏത് കോട്ടയും ദൈവം ഇടിച്ചു തരും. വിഷമിക്കണ്ട, കർത്താവിൻ്റെ ആത്മാവ് സഹായിക്കും. അതുകൊണ്ട് പ്രിയ മക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിൽ അപ്പോൾ ഇവർ ദൈവത്തെ യഗസിയേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറഞ്ഞനുസരിച്ച് അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ ശത്രുക്കൾ ഒന്നൊന്നായി തമ്മിലടിച്ച് തീരാൻ ദൈവം ഇടയാക്കി. ശത്രുക്കൾ ഇല്ലാതായി. അങ്ങനെ ആ നാട്ടിൽ സമാധാനം ഉണ്ടാവുകയും ചെയ്തു.